ഇതാണ് നമ്മളെ ഉപ്പാപ്പ, ഉമ്മാൻ്റെ ഉപ്പ. ഉപ്പാപ്പാക്കും മമ്മൂട്ടിക്ക് ഒരേ വയസ്സാണ്. വിശ്വസിക്കാൻ പാടാന്നല്ലേ? വിശ്വസിച്ചോ. ഉമ്മാമി ഉപ്പാപ്പി ഉണ്ടെങ്കിൽ തന്നെ വേറൊന്നും വേണ്ട എൻ്റർടൈൻമെൻറ്റിന്. അവർ രണ്ടാളെന്നെ മതി. നല്ല പോലെ ചിരിക്കുകയും ചെയ്യാം, നല്ല പോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല രസമാണ് അവരുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഉമ്മാമാൻ്റെ വീട്ടിൽ പോയാൽ ഉമ്മാമ നല്ല കപ്പയിലാക്കീന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാമ ഉണ്ടാക്കിയ എല്ലാം ഭയങ്കര ടേസ്റ്റാണേ. ഞാൻ പുകയത്തി പറയുന്നൊന്നുമല്ല, അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഉമ്മാമ നല്ല കപ്പയും നല്ല കട്ടൻ ചായയും നല്ല കോംബോ ആണേ. നല്ല രസം ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ കപ്പ കുറവും ആൾക്കാർ കൂടുതലായിപ്പോയി. അങ്ങനെ എല്ലാം പാടെ ഒരു പ്ലേറ്റിലിട്ടിട്ട് എല്ലാവരും അതിൽ നിന്ന് തിന്നാന്ന് പറഞ്ഞു. കാരണം ഓരോരുത്തർക്ക് പ്ലേറ്റിലിടാൻ മാത്രം കപ്പയില്ലേനു. അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് പോയതുകൊണ്ട് അത് കഴിഞ്ഞ് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എല്ലാവരും ഉണ്ട് അവിടെ. ഉമ്മാൻ്റെ ഏട്ടത്തിനെ നമ്മൾ മൂത്തമ്മ വിളിക്കുക. മൂത്തമ്മക്കൊരു പൂതി ഉമ്മാമാൻ്റെ ബീഫ് ബിരിയാണി കഴിക്കണം. അങ്ങനെ ഉമ്മാമ്മ നല്ല ബീഫ് ബിരിയാണി ആക്കുന്ന തിരക്കിലാണ്. അപ്പം ഞാൻ ആ വീഡിയോ എടുത്തു. നല്ല ഉള്ളിയും കാഷ്യും എല്ലാം പൊരിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ബിരിയാണിൻ്റെ ദമ്മിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉമ്മാമ്മ ദമ്മ് സെറ്റ് ചെയ്യണം. ഉമ്മാമാനെ ഒറ്റക്കാക്കിയിട്ടില്ല, ഉമ്മാമാൻ്റെ കൂടെ ഹെൽപ്പിന് മൂത്തമ്മയും ഉണ്ട്. കാരണം ഉമ്മാമ്മൻ്റെ ഹെൽത്ത് കുറച്ച് വീക്കാണ്, അതുകൊണ്ട് തന്നെ എല്ലാ ഹെൽപ്പിനും മൂത്തമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബിരിയാണി 2 പാത്രത്തിലാക്കിയത്. ബീഫ് അടിപൊളിയായാലേ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവും, അതെങ്ങനെ വെച്ചാലും. അതുകൊണ്ട് തന്നെ ബീഫ് നല്ല കിടിലം ബീഫായിരുന്നു. അതുകൊണ്ട് തന്നെ ബിരിയാണി ഒന്നും പറയണ്ട. പിന്നെ ഉമ്മാമ ഉണ്ടാക്കിയതുകൊണ്ട് അത് പറയണ്ട, അത്രക്ക് അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഉമ്മാമ 2 പാത്രത്തിലായിട്ടാണ് നമ്മൾ ബിരിയാണി റെഡിയാക്കിയത്. കാരണം ആ ഒരു പാത്രത്തിൽ കൊള്ളുന്നില്ലേനു. അപ്പോൾ നമ്മൾ 2 പാത്രത്തിലേക്കായിട്ട് ബിരിയാണി റെഡിയാക്കി. നല്ല അത് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ല് വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ദമ്മെല്ലാം പൊട്ടിച്ച് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാണ്. ഈ ഒരു ബിരിയാണി നല്ല കല്യാണ വീട്ടിലെ ബിരിയാണീൻ്റെ ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ സൈഡായിട്ട് നല്ല മസാല പരക്കിയ ചിക്കൻ ഫ്രൈയും കൂടെ സലാഡും. അതെല്ലാം കഴിഞ്ഞ് മൂത്തമ്മാൻ്റെ വീട്ടിൽ ഉപ്പിലിട്ടണേ. അത് നമ്മൾ തന്നെ തീർത്തണ കുപ്പി തെച്ച്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക.